ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു ഇരട്ടി മധുരമാണ് എന്നെ സംബന്ധിച്ചത്. കാരണം ഒരു അക്ഷയുടെ ഒരു ലോട്ടറി എടുത്ത് 1 കോടി അടിച്ചു എന്ന് വിചാരിക്കും ഒരാൾ. അപ്പൊ അതിൽ നിന്ന് ഒരു 200-300 രൂപ കൊടുത്ത ഒരാൾ ഒരു ബമ്പർ വാങ്ങും. അടുത്ത മാസത്തെ നറുക്കെടുപ്പിന് ആ ഓണം ബമ്പറും അയാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം പ്രിയൻ സാറിന്റെ ഓളവും തീരും. നമുക്കറിയാം, മലയാള സിനിമയെ പി.എൻ. മേനോൻ സാർ വാതിൽ കുറച്ച് ചിത്രീകരണത്തിലേക്ക് മുഴുവനുമായിട്ട് കേരളത്തിലേക്ക് മറിച്ചു നട്ടാണ് അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സിനിമ. ആ സിനിമ വീണ്ടും എം.ടി. സാറിന്റെ 10 കഥകൾ 10 സംവിധായകർ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ അതിൽപ്പെടുന്നു. അതിൽ നമ്മളുടെ ഇപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാറിന്റെ സംവിധാനം ചെയ്യുന്നു. ആ സിനിമയിൽ മധുസാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടൻ അവതരിപ്പിക്കുന്നു. ജോസ് പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിയൻ സാർ ഒരു ദിവസം യാത്രയിൽ നിർമ്മിക്കുന്നു. അപ്പൊ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയ ലോട്ടറി എന്ന് ഞാൻ പറയാൻ കാരണം. അതിന്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ലിജോയുടെ ഈമയവും ജെല്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, നടി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു സംവിധായകനാണ് ലിജോ തോമസ്. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ കോളനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം എന്ന് പറയുന്നത് ഒരു 2 മാസത്തേക്ക് ഒരു വെയിറ്റിംഗ് പോലെയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇത് എത്തണം, കേൾക്കണം, അതെന്താണെന്ന് അറിയണം, കഥാപാത്രം എന്താണെന്ന്, പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ചെറായിലെത്തുന്നു, ലിജോയെ കാണും. അപ്പോഴാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയൊരു ഗിഫ്റ്റായിരുന്നു ലിജോ എനിക്ക് വേണ്ടി കാത്തുവെച്ചത്. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയും ഫുള്ളായിട്ട് യാത്രയും. ചേട്ടന് ആ ഒരു സമ്മാനം കിട്ടിയതുപോലെ ഒരുപാട് ആക്ടേഴ്സിനും അതേ സമ്മാനം തന്നെ കിട്ടട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു മൂവി നല്ലൊരു തുടക്കമാണ്. Again to reach higher success. Thank you very, very much.